അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം 19-ാം ദിവസം. സുഗ്രീവൻ വീണ്ടും പോരിനായി ബാലിയെ വിളിച്ച് കിഷ്കിന്ധാപുരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് സുഗ്രീവൻ ക്രോധത്തോടെ സിംഹനാദം പുറപ്പെടുവിച്ചു. ഇത് കേട്ട് വിസ്മയം പൂണ്ട ബാലി യുദ്ധത്തിന് തയ്യാറായി വേഗത്തിൽ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ താര കണ്ണീരോടെ ബാലിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് സംശയം കൂടാതെ പുറപ്പെടുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട്. യുദ്ധത്തിൽ പരാജിതനായ സുഗ്രീവൻ ഉടനെ തന്നെ വീണ്ടും ഒരു പോരിനായി വരുന്നു എന്നത് പിന്തുണയായി ഏതോ ബലവാൻ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. ബാലീവധം. പ്രത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരിദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം. ബദ്ധവൈര്യം പുറപ്പെട്ടൊരു നേരത്ത് ഭർതൃരാഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി. മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും, ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം, എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ, ബാലേ ബലാലൊരു ശങ്കയുണ്ടാകോല, കയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണോമലേ, ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനോ. ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ, ബന്ധുവായുണ്ടാവനേകനെന്നാകിലോ. ഹന്തവ്യനെന്നാൽ അവനും അറിക നീ, ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ. ഭീരുവായുള്ളിലടച്ചത് ചൊല്ലു നീ, വൈരിയെ കൊന്നു വിരൽ വരുവൻ ഞാൻ. ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോട്, വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിന് പോയിതു താനേ മമ സോദനാംഗദനന്നേരം. കേട്ടോരു ദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീരാമൻ ദശരഥനയോധ്യാധിപൻ, രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയയായി സീതയോടും അവൻ വന്നിരുന്നിടിനാൻ. ദണ്ഡകാനനെ വന്യശനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടവൻ തന്നുടെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം മൃശ്യമൂകാജലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്നന്യോന്യമൊന്നിച്ചു സംഖ്യവും ചെയ്തു
പിണ്ടരഗ്നി സാക്ഷിയായി ദുഃഖശാന്തി ഇങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ. മിത്രാത്മജ നിന്നെ വാഴിപ്പാനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരമർക്കത്തനയനും അന്നേരം